ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഹംഗ്രി ട്രക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഉള്ളത്. പിന്നെ എന്റെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്ത രണ്ട് മുഖങ്ങളാണ്. എന്റെ ചങ്ക് ഫ്രണ്ട്സുകളാണ്. ഇത് ഐശ്വര്യ, നമ്മള് സ്നേഹമുള്ള ഒരു ഐശു എന്നൊക്കെ വിളിക്കും. ഇത് എബിന്, അവനെ എബിന്ന് തന്നെ വിളിക്കല് അല്ലേ? എന്താ പറയാനുള്ള നിങ്ങൾക്ക്? അതെ. അപ്പൊ ഇവനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും DQനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാരും എന്നെ DQ എന്നാണ്. തെറ്റ് മാത്രം അല്ല, നമ്മളെല്ലാരും എന്നെ DQ എന്നാണ് വിളിക്കല്. സ്വയം അങ്ങനെ തന്നെയാണ് നമ്മളെ പരിചയപ്പെടുത്താറ്. ഞാൻ ജൂനിയർ DQ ആണ്, പെരുമ്പാവൂർ DQ ആണ്. അതെ. അപ്പൊ നിങ്ങള് ഇവനെ കുറിച്ചിട്ടുള്ളത് എന്തായാലും കമന്റിലിട്. പിന്നെ നമ്മൾ ഇന്നിപ്പോ പോവാൻ പോകുന്നത്, ഇന്ന് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. അതായത് ഫുഡ് വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ ഒന്നല്ല. ഇന്ന് നമ്മുടെ ഒരു അളിയന്റെ, നമ്മുടെ ഒരു മച്ചാന്റെ ബർത്ത്ഡേ ആണ് അല്ലെ? ഒരുപാട് ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും ആളെ. പുള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ട്രസ് ആണ്, പിന്നെ ആങ്കർ ആണ്, അങ്ങനെ എല്ലാമാണ്. ബിഗ് ബോസ് സീസൺ 2 കണ്ടസ്റ്റന്റ് ആണ്. നമ്മളെ ചങ്ക് ഫ്രണ്ട് ആണ് അല്ലെ? അതാണ്. അപ്പൊ ആളെ പേര് എലീന പടിക്കൽ, നമ്മളെ മച്ചാൻ. അപ്പൊ പുള്ളിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ നമ്മളൊരു സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ അതായത് എലീനന്റെ മമ്മി ബിന്ദു ആന്റീനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. എത്രത്തോളം സർപ്രൈസ് ആവും എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ കുറെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് എന്തോന്ന് പറയല്ലേ ഐശോ? ഒന്ന് തുടങ്ങിയാലോ? അതെ, നമ്മള് 1.5 മാസമായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മള് കട്ട വെയിറ്റിംഗ് ആണ്. അറിയാതെ ആന്റീനെ വിളിക്കുക, പ്ലാൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര. അപ്പൊ നമ്മള് പുലർച്ചെ 4 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട യാത്രയാണ്. ഇപ്പൊ ഏകദേശം 10 മണിയായി. നമ്മള് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മള് നേരെ എലീനന്റെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോ ഇനി എന്തായാലും നമ്മള് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട അല്ലെ? കാണാൻ പോകുന്ന പൂരം നമ്മളിങ്ങനെ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇവിടെ എലീനന്റെ വീട്ടിലോട്ട്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം സർപ്രൈസ് കൊടുക്കുന്നത് കാരണം നമ്മൾ വണ്ടി കുറെ ഇപ്പുറത്ത് കൊടുന്നിട്ടതാട്ടോ. ഇവിടെ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൊടുന്നിട്ടിട്ടുള്ളത്. ഇവന് ബാഗും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എലീനന്റെ വീട് കുറച്ച് മുകളിലോട്ടാ. നമുക്കിങ്ങനെ നടന്നു പോകാം. ഓക്കെ, എല്ലാം എടുത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് മുകളിലോട്ട് നടന്നു പോകാനുണ്ട്. സർപ്രൈസ് കൊടുക്കുന്നതല്ലേ. അപ്പം അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എലീന ഇപ്പോൾ വീട്ടിലില്ല എന്നാണ് ബിന്ദു ആൻറ്റി പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എലീന പടിക്കലിൻ്റെ വീട്. കയറി. ഐശു വലിയ സ്റ്റാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവളുടെ നിപ്പ് കണ്ടാ തോന്നുന്നു അവളുടെ വീടാണെന്ന്. ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? പടിക്കൽ, അലീന പടിക്കലിന്റെ പടിക്കൽ ഹൗസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കയറാല്ലേ? ഓക്കെ, ബല്ലടി നോക്കാം എന്തായാലും. ഹായ് ആന്റി, എന്തൊക്കെയുണ്ട്? സുഖം? അയ്യോ, എലീനെ ഒന്നും പറയണ്ട. എന്ത് പാടുപെട്ടാന്നറിയാവോ? ഒരു തരത്തിലൊന്നും ഇറക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടാ? കൊറേ പാടുപെട്ടു മക്കളെ. ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് അങ്കിള് വെളിയിൽ നിന്നാ കഴിക്കുന്നത്. എന്നിട്ട് പിന്നെ കൊണ്ടുപോകാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അങ്കിളിനെ വിളിച്ച് അങ്കിളിന് ഉച്ചയ്ക്ക് സാൻഡ്വിച്ച് കൊണ്ടുവരാൻ പറഞ്ഞ അങ്ങനെ സാൻഡ്വിച്ച് കൊടുത്ത് കയ്യിൽ വിട്ടിരിക്കുക. പുറത്ത് വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഒരു ബീൻ ബാഗ് വേണം, അപ്പൊ അച്ഛനെ കൂട്ടി അതുകൂടെ എടുത്തിട്ട് വായെന്ന് പറഞ്ഞോണ്ട് വിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വരുന്നത് ഈ സമയത്ത് വരുന്ന അറിയില്ല അല്ലെ? എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ സെറ്റ്. അപ്പൊ പുള്ളി വരുമ്പോ നമ്മളൊന്ന് നെട്ടിക്കും. നമുക്ക് മുകളിലത്തെ റൂം മതി. ഓക്കെ. എന്നാ നമുക്ക് നേരെ മുകളിലോട്ട് വിടാം അല്ലെ? കുടിക്കാനേ നോക്കാം. നമ്മളേതായാലും ആദ്യം മുകളിലോട്ട് പോവാ, എന്നിട്ട് കുടിക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐഷും എബിനും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. എന്താ ക്ഷണിച്ചിരിക്കുന്നത്? വല്ലതും വീർപ്പിക്കാൻ പറ്റുന്നില്ല. സൈസ് കുറച്ചും കൂടെ കൂടിക്കോട്ടെ. നമ്മൾ ബലൂണ് വീർപ്പിക്കുന്നുണ്ട്. അതേപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറെ ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഐഷു വെറും ഷോക്ക് ഇരിക്കാണ് കേട്ടോ. അവളെ കൊണ്ട് ഒരു ബലൂണ് വീർപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ഗൈസ് എന്തായാലും നമുക്കൊന്ന് ഫ്രഷ് ആവണ്ടേ? അപ്പൊ ഗൈസ് നമ്മള് ഫ്രഷ് ആവാന്ന് പറഞ്ഞാൽ ഞാനും എബിനും ഫ്രഷ് ആയി. ഐഷു ഫ്രഷ് ആയിട്ടില്ല. ആത്മാർത്ഥത അങ്ങനെയൊക്കെ അവള് പറയുന്നുണ്ട്.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്, ഞാൻ ഫ്രഷ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ജഫ്സീറും ഈ അബിൻ എന്ന് പറയുന്നവരൊക്കെ ക്യാമറയിൽ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് വരുന്നത്. പക്ഷെ എനിക്ക് എന്റെ ഡ്യൂട്ടിയാണ് ഫസ്റ്റ്. അതുകൊണ്ട് ഞാൻ ആദ്യം യാത്ര കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്രഷ് ആവുന്ന ഒരു ശീലം നമുക്ക്. വേറൊരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഈ ഗൈസ് എന്നെ കൂട്ടാനായിട്ട് വന്ന സമയത്ത് പല്ല് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സത്യം. ഞാൻ പക്ഷെ കുളിച്ച് കറക്റ്റ് 4 മണിക്ക് സുന്ദരി കുട്ടിയായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എലീന എത്തിയിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല. എലീന എത്തുമ്പോഴേക്കും റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി ആക്കണം എന്നാണ് നമ്മുടെ പ്ലാന്. ഈ ബലൂണൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തത് മുഴുവനും അഭിനാണ് ഗൈസ്. ഈ ജെഫ്സി ഫോട്ടോയിലും വീഡിയോയ്ക്കും വേണ്ടി മാത്രം വെറുതെ വന്ന് കഷ്ടപ്പാട് അഭിനയിക്കുന്നതാണ് നമ്മള് എബിനേട്ടാ. എബിൻ ഇനിയിപ്പം അവനെ ഇത്രയും വീർപ്പിച്ചിട്ട് അവനെ ക്യാമറയിൽ കാണിച്ചില്ല എന്ന് വേണ്ട. എബിൻ ബാക്കി അതെ 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 നമ്മളിപ്പോ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട ടിപ്സ് ഒക്കെ എബിനോട് വെച്ചാൽ മതി. അതെ അതെ, എബിന്റെ ഒരു കൊച്ചാപ്പ ഉണ്ട്. എബിന്റെ ഒരു കൊച്ചാപ്പ ഭയങ്കര ടിപ്സിന്റെ ആളാണ് പുള്ളിക്കാരൻ. ആക്ച്വലി ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ് ഞങ്ങളുടെ എബിന്റെ കൊച്ചാപ്പ. എന്താണ് സുധീർ കൊച്ചാപ്പ ലേ എബിൻ കാണു ഗൈസ്. അപ്പൊ ഗൈസ് ഫൈനലി നമ്മളെ ഡെക്കറേഷൻ വർക്കുകൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെയും കുളിച്ച് ഫ്രഷ് ആയിട്ടാ. എലീനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തും. പുള്ളിക്കാരത്തി ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളൊരു അടിപൊളി സർപ്രൈസ് തന്നെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഡെക്കറേഷനൊക്കെ ഒന്ന് കണ്ടോളി. നമ്മൾ കണ്ടില്ലേ വെള്ളം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു ലീഫ് ആർട്ടാണ് കേട്ടോ. ലീഫ് ആർട്ടാണ്. ഇതിൽ കണ്ടില്ലേ ടീം ഒറ്റമൈൻഡ്. അതാണ് നമ്മൾ 3 പേരടങ്ങുന്ന, അല്ലെങ്കിൽ എലീനയും കൂടെ കൂടിയിട്ട് 4 പേരടങ്ങുന്ന നമ്മളെ ടീം അല്ലേ ഐശോ? എന്താ ഒറ്റമൈൻഡിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഒറ്റമൈൻഡ് എന്ന് വെച്ചാല് ഫുൾ ഓണാണ്, ഫുൾ പവറാണ്. ഓക്കെ, പിന്നെ നമ്മളെ എബിന് ഇവിടെ കഷ്ടപ്പാടുണ്ട് ക്യാമറ സെറ്റ് ആക്കാനല്ലേ. ഓക്കെ, എബിൻ പ്രൊഫഷണൽ ലെവലിൽ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അവന് ക്യാമറ സെറ്റ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റും അത്രത്തോളം അടിപൊളിയാക്കും നമ്മൾ. ഏതായാലും ഇനി എലീന വന്നിട്ടുള്ള ബാക്കി വിഷ്വൽസ് കാണാം അല്ലേ. ടീം ഒറ്റമൈൻഡിന്റെ എലീന പഠിക്കലിന്റെ ബർത്ത്ഡേ ആഘോഷം. ഓക്കെ, അപ്പൊ അതുവരേക്കും ബൈ ഗൈസ്. എലീന ഇപ്പൊ ഗൈസ് എലീന ഇപ്പൊ അങ്ങോട്ടേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നേ. ഞാൻ സത്യം കാര്യം പറയട്ടെ, ഈ ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു എനിക്കൊരു സംശയം. ആ പേസ് ഒന്ന് എടുക്കോ? ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എലീനയ്ക്ക് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും ഞാൻ നേരുകയാണ്. നാളത്തെ കൊട്ട പറ്റിയാ തരട്ടോ. ഓ ഐശു പ്രേമൊക്കെ പിടിച്ചു എനിക്ക് തന്നില്ലേ. ഓ സത്യസന്ധമായിട്ട് അറിയുകയാണെങ്കിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പിന്നെ എനിക്ക് എവിടെയോ ഒരു ചെറിയ മണം അടിച്ചിരുന്നു ഇവരെല്ലാരും ഇവിടെ ഉണ്ടോ എന്താ സംഭവം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നേർവഴിക്ക് വരാണ്ട് വളഞ്ഞു വന്ന് ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ഞെട്ടിയിട്ടാ ഞാൻ ഒച്ച ഉണ്ടാക്കി. പക്ഷെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാരും സർപ്രൈസ് ചെയ്യും. എന്നെ കണ്ട് ഞെട്ടി, അതാണ് പറ്റിപ്പോയത്. ബട്ട് ഐ എം സോ ഹാപ്പി. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം ഇതും. സത്യസന്ധമായിട്ട് കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം അനഘയുടെ ബർത്ത്ഡേ പാർട്ടി നടത്തിയപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ചു പറയാം, ഓ ഇനിയിപ്പോ എന്റെ ഒന്നും ഇങ്ങനെയൊന്നും പൊട്ടിച്ച് ആഘോഷിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ പറഞ്ഞതാണ്. പറഞ്ഞപ്പോ എന്റെ പറഞ്ഞു, എടി നിന്റെ ആ ഏജ് ഒക്കെ കഴിഞ്ഞു പോയില്ലേ? ഞാൻ അത്രയ്ക്കും വലിയ ഏജ് അങ്ങനെയല്ല, ആ ഒരു കുട്ടികളിയുടെ ഏജ് ഒക്കെ കഴിഞ്ഞു പോയില്ലേ. പക്ഷെ നിങ്ങൾ 3 പേർ പൊളി.
താങ്ക് യു. അപ്പൊ ഗൈസ് അങ്ങനെ എലീന പടിക്കലിന്റെ ബർത്ത്ഡേയുടെ എലീന പടിക്കലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ എന്താ പറയാ വീഡിയോ കഴിഞ്ഞു. അതെ, വ്ളോഗ് കഴിഞ്ഞു. വ്ളോഗ് ചെയ്ത് പരിചയമില്ലാത്തോണ്ടാ. നമ്മളെക്കാളും വലിയ പുള്ളിയാണ് ഈ പറയുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എന്റെ സർപ്രൈസ്. ഐ എം റിയലി ഹാപ്പി. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ മുഹൂർത്തങ്ങളും അങ്ങനെ എടുത്തോണ്ട് വരുന്നത് ബിഗ് ബോസ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ ടീം. കണ്ടില്ല ഞങ്ങളുടെ ടീഷർട്ട് പോലെ ഒറ്റ മൈൻഡ്. ഈ ഒറ്റ മൈൻഡ് എന്നും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിരിയാണ്ട് എന്താ ഇത്ര മസില് ടീഷർട്ട് ടൈറ്റ് ആണോ? അപ്പൊ എന്തായാലും ഒറ്റ മൈൻഡ് ആയിട്ട് തന്നെ നമ്മൾ പോകുമെന്ന് പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ചോണ്ട് ഗൂഗിൾ സൈൻ ഔട്ട് ചെയ്ത് എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ്. മാത്രല്ല നമ്മളെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ എല്ലാവരും കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. താങ്ക് യു. അപ്പൊ എല്ലാവരും താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അതായിരിക്കും ബൈ ഫ്രം ഓച്ചമ. ഇങ്ങനെ